ഗസയിലെ ഇസ്രയേൽ കൂട്ടക്കൊല പരിധി വിട്ട് തുടരുകയാണ്. അറബിക്കടലിൽ ഗൾഫ് രാജ്യങ്ങളുടെ തീരത്തോട് ചേർന്ന് ഇപ്പോൾ മറ്റൊരു ആശങ്ക പടരുകയാണ്. ഗസയിലെ യുദ്ധം ഗൾഫിലേക്ക് പടരുമോ എന്ന്. യമനിലെ തീരപ്രദേശങ്ങളടക്കം ഭരിക്കുന്ന ആ രാജ്യത്തെ വിമത വിഭാഗമായ ഹൂത്തികൾ ഇസ്രയേൽ കപ്പലുകളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ, അതിനു പിന്നാലെ ചെങ്കടൽ മേഖലയിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുകയാണ് ലോകോത്തര ഷിപ്പിംഗ് കമ്പനികൾ. എല്ലാത്തരം ആക്രമണം നടന്നിട്ടും ഹൂത്തികൾക്ക് നേരെ പ്രത്യാക്രമണം നടത്താൻ യുഎസിന് ധൈര്യവുമില്ല. ചെങ്കടൽ തീരത്ത് സംഭവിക്കുന്നത് എന്താണ്? മേഴ്സ്കും ഹെപ്പക്ലോയിഡും ചെങ്കടൽ തീരം വഴിയുള്ള യാത്രകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതിനു പിന്നാലെ മറ്റു രണ്ട് പ്രധാന കമ്പനികൾ കൂടി സർവീസ് അവസാനിപ്പിക്കുകയാണ്. ബാബൽ മന്ദബ് എന്ന ചെങ്കടൽ തീരത്തുള്ള സുപ്രധാനമായ കടലിടുക്ക് എന്താണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? ആർക്കൊക്കെയാകും നഷ്ടം സംഭവിക്കുക? ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് ഭീമനായ MSC, ഫ്രഞ്ച് കമ്പനി CMA CGM എന്നിവർ ഇന്ന് 2023 ഡിസംബർ 17 മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്കു കപ്പൽ നീക്കം അവസാനിപ്പിച്ചിരിക്കുന്നു. മേഴ്സ്കും ഹെപ്പക്ലോയിഡും ചെങ്കടൽ റൂട്ട് ഒഴിവാക്കുന്നതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിൽ ഹൂത്തികൾ കപ്പലുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നതാണ് കാരണം. ഗസയിലെ ഇസ്രയേൽ യുദ്ധവും കൂട്ടക്കൊലയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂത്തികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത്. ആദ്യം ഒരു കപ്പൽ പിടിച്ചെടുത്തായിരുന്നു തുടക്കം. ഇതിനു പിന്നാലെ ഹൂത്തികളുടെ നിരീക്ഷണത്തിലായി ചെങ്കടൽ മേഖല. ഫലസ്തീൻ പോരാളി സംഘങ്ങൾക്കൊപ്പം ഇസ്രയേലിനെതിരെ പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഹൂത്തികളും രംഗത്തിറങ്ങിയത്. ഇതോടെ ചിത്രം മാറി. ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകൾക്ക് നേരെയും ആക്രമണ ശ്രമം നടന്നു. ഇതോടെ വഴിമുട്ടിയാണ് കപ്പലുകൾ സർവീസ് ഈ വഴിയിൽ നിന്നും മാറ്റുന്നത്. ഇസ്രയേലിനും യൂറോപ്പിനും ചെറുതല്ലാത്ത നഷ്ടമാണ് ഈ നീക്കം വരുത്താൻ പോകുന്നത്. ആരെങ്കിലും ഇതിന്റെ പേരിൽ യമനിലേക്ക് ആക്രമണം നടത്തിയാൽ യുദ്ധം മേഖലയൊന്നാകെ പടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ സൂക്ഷിച്ചാണ് യുഎസിനുൾപ്പെടെ ഇടപെടാനാകുന്നത്. എന്തുകൊണ്ടാകും ഹൂത്തികൾക്ക് നേരെ ആക്രമണത്തിന് യുഎസ് ഭയക്കുന്നത്? അതിന് കാരണമുണ്ട്. എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ. ഏതൻ കടൽ പ്രദേശത്തു നിന്നാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. യമൻ, ജിബൂട്ടി എന്നിവരുടെ അതിരിന് ഇടയിലൂടെ പ്രവേശിച്ചാൽ ചെങ്കടലായി. അതിന്റെ തീരത്ത് ഒരു വശത്ത് സൗദിയും മറുവശത്ത് സുഡാനും ഈജിപ്തും. അതിലൂടെ എത്തിച്ചേരുന്നത് ഇസ്രയേൽ, ജോർദാൻ തീരങ്ങളിലാണ്. ഇതിനോട് ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനമായ സൂയസ് കനാലുള്ളത്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട കപ്പൽ പാത. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏതൊരു ചരക്കും യൂറോപ്പിലെത്താൻ ഇതുവഴി തന്നെ പോകണം. ചൈനയിൽ നിന്നിപ്പോൾ നമ്മളൊരു സാധനം ഫാർ ഈസ്റ്റിൽ നിന്ന് വരികയാണെങ്കിൽ, ഇപ്പോൾ സൗദിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള കൺട്രികളിൽ നിന്ന് എവിടുന്ന് വരികയാണെങ്കിലും യൂറോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റെഡ് സീ വഴിയാണ് പോകാൻ പറ്റുള്ളൂ. റെഡ് സീയിൽ വഴി പോകുമ്പോൾ ഏകദേശം മൊത്തം ആഫ്രിക്ക കവർ ചെയ്യാണ്ട് തന്നെ റെഡ് സീ വഴി പോകുമ്പോൾ ഏകദേശം ഒരു 22-25 ദിവസത്തെ ട്രാൻസിറ്റ് ടൈമിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റെഡ് സീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് റൂട്ടാണ് ലോകത്തിൽ തന്നെ. ഇതാണ് യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനിടയിലൂടെയുള്ള കടലിടുക്ക് അഥവാ ബാബൽ മന്ദബ്. 16 മുതൽ 32 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്ക്. ഇതുവഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇതിന്റെ കവാടത്തിലാണ് യമനിലെ ഹൂത്തികൾ കാവലെന്ന പോലെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെ കാത്തിരിക്കുന്നത്. ക്രിസ്തുമസും
ന്യൂ ഇയറും കണക്കാക്കി കൂടുതൽ ചരക്ക് യൂറോപ്പിലേക്ക് നീങ്ങുന്ന സമയമാണിത്. ഏഷ്യയിൽ നിന്നും വേഗത്തിലെത്താവുന്ന ഈ റൂട്ടിൽ നിന്നും ഷിപ്പിംഗ് കമ്പനികളുടെ പിന്മാറ്റം യൂറോപ്പിനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇസ്രയേലിനും വൻ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഷോർട്ടസ്റ്റ് ട്രാൻസിറ്റ് ടൈം എത്തും. ഫോർ എക്സാമ്പിൾ സുഡാൻക്കൊക്കെ 1 ഡേ ട്രാൻസിറ്റ് ടൈമാണ്. ഈജിപ്തിലേക്ക് സൂയിസ് കനാലിൽ കൂടെ പോയി കഴിഞ്ഞാൽ 2 ഡേയ്സ് ട്രാൻസിറ്റ് ടൈം സുക്കനയിലേക്ക്. അതുപോലെ തന്നെ ഉദയ്ദ, ഏദൻ ഇവിടേക്കൊക്കെ 2 ഡേയ്സ് ട്രാൻസിറ്റ് ടൈമാണ്. ജിബൂട്ടി, ബർബറ. ഇപ്പോൾ ഈ ഇവിടേക്കൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ വേറെ റീറൂട്ടുകളിൽ കൂടെ പോകുമ്പോൾ ഡിലേ ആവും. ക്രിസ്മസ് ഹോളിഡേയ്സ് വെരി നിയറാണ്. ന്യൂ ഇയർ വെരി നിയറാണ്. ഓട്ടോമാറ്റിക്കിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രയോ $1 ട്രില്യൺ $1 ബില്യൺ ലോസുകളായിരിക്കും ഉണ്ടായത്. തുടരെ കപ്പലുകളെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചതോടെ ഇസ്രയേലിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന മറ്റു കപ്പലുകളും ഇതോടെ പിടിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ്. ഇതോടെ ഇസ്രയേലിലേക്കുള്ള ചരക്കു നീക്കവും കൂപ്പുകുത്തി. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ചരക്കു നീക്കത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. സപ്ലൈ ചെയിനിനെ മെയിനായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് സ്ലോ ആവും വെസൽ ഹാൾട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ടെയ്നർ ഷോർട്ടേജ് വരും. അത് മൊത്തം ഈ ലോജിസ്റ്റിക് ആ ഒരു ഫീൽഡിനെ തന്നെ മൊത്തത്തിൽ എഫക്റ്റ് ആവും. കണ്ടെയ്നർ ഷോർട്ടേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ഗ്ലോബലി പ്രശ്നം വരും. ഗുഡ്സിൻ്റെ നീക്കം ഒക്കെ ഓൾറെഡി ഹാൾട്ടായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്യുപ്മെൻറ്റ് ഷോർട്ടേജ് കാര്യങ്ങൾ, ടൈമിന് വെസൽ വരില്ല, കാർഗോ ടൈമിന് ഡെലിവറി ഒന്നും നടക്കില്ല. അതാണ് മെയിനായിട്ട് അതിന് വരാൻ പോകുന്ന ഇമ്പാക്റ്റ്. പിന്നെ ഫ്ലൈറ്റ് ചാർജസ് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ആവും. അപ്പോൾ അതേപോലെ ട്രാൻസിറ്റ് ടൈം. ഇനിയിപ്പോൾ ഇത് റൂട്ട് തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഒരു ഓപ്ഷൻ സൗത്ത് ആഫ്രിക്ക. അതുവഴിയാണ് റൂട്ട് തിരിച്ചു വിടുക. അപ്പോൾ റൂട്ട് തിരിച്ചു വിടുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2 വീക്സിലൊക്കെ സാധനം എത്തേണ്ട വെസൽ 1 month to 2 months അങ്ങനെ ഡിലേ ആയി പോകും. ഈ നഷ്ടം തന്നെയാണ് ഹൂത്തികൾ ലക്ഷ്യം വെക്കുന്നതും. അതവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയിലെ കൂട്ടക്കൊലക്ക് പകരമായാണിതെന്നും അവർ വ്യക്തമാക്കുന്നു. ഫലത്തിൽ ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കത്തിന് ബാക്കിയുള്ള ഷിപ്പിംഗ് ലൈനുകൾ വൻതുക ഇൻഷുറൻസ് ഈടാക്കി തുടങ്ങുകയാണ്. ഇക്കാര്യം BBC-യും റോയിട്ടേഴ്സും ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇനി എന്താ അടുത്ത സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരമാവധി ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷിപ്പിംഗ് ലൈൻ എന്താ ചെയ്യാം, അടുത്ത ചാർജസ് ഇമ്പോസ് ചെയ്യും. എമർജൻസി വാർ റിസ്ക് ചാർജസ് ഇമ്പോസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ദ ലാൻഡിങ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ഇൻക്രീസ് ആവും. ഇത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ റൂട്ടിലൂടെ അറൗണ്ട് 10 to 12% ഓഫ് ദ ഗ്ലോബൽ ട്രേഡിങ് ഈ റൂട്ടിലൂടെ പോകുന്നത്. ടോട്ടൽ ഗ്ലോബൽ ട്രേഡിങ് 10 to 12% ഇവിടെ കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ അറൗണ്ട് 17,000 to 20,500 ഷിപ്സ് ഇയർലി ഈ സെൻസിറ്റീവ് ഏരിയയിൽ കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഈ റൂട്ട് എത്രമാത്രം തന്ത്രപ്രധാനമാണെന്ന് ഈ കണക്കുകൾ തന്നെ പറയുന്നു. ഈജിപ്തിലെ സൂയസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഈ കവാടത്തിലെ ഏതൊരു പ്രതിസന്ധിക്കും $1 ട്രില്യൺ കണക്കിന് നഷ്ടം പറയാനുണ്ടാകും. ആഗോള വ്യാപാരത്തിന്റെ 10 മുതൽ 12% വരെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലക്കയറ്റത്തിനും കാരണമാകും. വരും ദിനങ്ങളിൽ ഇത് വിപണിയിൽ പ്രതിഫലിക്കും. സൗദി അറേബ്യയെ സംബന്ധിച്ചും തന്ത്രപ്രധാനമാണ് ഈ മേഖല. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാന് പ്രകാരം സൗദീനെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി കൊണ്ടുവരാനുള്ളൊരു മെയിൻ സാധ്യത തന്നെ സൗദിയിലെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ പ്രകാരമാണ്. കാരണം റെഡ് സീൻ്റെ കോസ്റ്റായ ഇപ്പോൾ ജിദ്ദ ആവട്ടെ, പുതിയത് വരുന്ന സീപോർട്ടിൽ നിയോമ ആവട്ടെ, അല്ലെങ്കിൽ ജിസാൻ ആവട്ടെ, എല്ലാം റെഡ് സീയിൽ കിടക്കുന്ന പോർട്ടുകളാണ്. അപ്പോൾ ഒരുവിധം ലോകത്തിലെ തന്നെ എല്ലാ ചരക്ക് കപ്പലും യൂറോപ്പിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അങ്ങനെ വന്ന് ദുബായ് ടച്ച് ചെയ്തു, പിന്നെ ഒമാന് പോയി, ഒമാനിൽ നിന്ന് യമൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ എടുത്തു വന്നിട്ട് പിന്നെ റെഡ് സീ കയറി ഒരു ചെറിയൊരു ഇടുക്കിലൂടെ അങ്ങനെ കയറിയിട്ട് റെഡ് സീയിലേക്ക് കയറും. എന്നിട്ട് അതങ്ങനെ പോയി സൂയസ് കനാൽ വഴിയാണ് നേരെ യൂറോപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൈനയിൽ നിന്ന് ഒരു ഷിപ്മെൻറ്റ് ഏകദേശം യൂറോപ്പിലെത്താൻ ഒരു അപ്രോക്സിമേറ്റ്
ഒരു 30 to 32 ഡേയ്സ് ആണെങ്കിൽ ആ ഒരു റൂട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 45 to 50 ഡേയ്സ് ആയിട്ട് ആ ഒരു ട്രാൻസിറ്റ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഏകദേശം 32 ഡേയ്സ് എടുക്കുന്നത് അത് ഏകദേശം ഒരു 50-55 ഡേയ്സ് ട്രാൻസിറ്റ് ടൈമിൽ ഈ റെഡ് സീയിലൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസിറ്റ് ടൈമിൽ വ്യത്യാസം വരും. കാരണം എന്താ വെച്ചാൽ പിന്നെ അവർക്ക് പോകേണ്ടി വരിക മൊത്തം ആഫ്രിക്കൻ്റെ മൊത്തം ഭാഗം കവർ ചെയ്തിട്ട് ആഫ്രിക്കൻ്റെ താഴത്തോടെ സൗത്ത് ആഫ്രിക്ക കവർ ചെയ്തിട്ട് പിന്നെ അപ്പുറം സൈഡിലേക്ക് പോകണം. അതെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ട്രാൻസിറ്റ് ടൈമിൽ വ്യത്യാസം വരും. പിന്നെ അവിടെയുള്ള അങ്ങനത്തെ ഒരു മേജർ ഷിപ്പിംഗ് റൂട്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ഏരിയ. അപ്പോൾ ഇത് ലോകത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ലോകത്ത് എന്തായാലും സപ്ലൈ ചെയിൻ അത് നന്നായിട്ട് ബാധിക്കും. ഇസ്രയേലിനും അവരെ പിന്തുണക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും കപ്പലുകൾ വൈകുന്നത് എല്ലാ തരത്തിലും പ്രതിസന്ധിയുണ്ടാക്കും. എസ്പെഷ്യലി എമർജൻസി ഹെൽത്തി പ്രോഡക്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ടൈം എടുക്കും. അതുപോലെ ടൈം ഡെലിവറി ഓട്ടോമാറ്റിക് ഡിലേ ആവും. എയർ ബൈ എയർ ആകുമ്പോൾ കോസ്റ്റ് എഗരി ഇൻക്രീസ് ആവും. അടുത്ത സൊല്യൂഷൻ എന്തായിരുന്നു, GCC ആണെങ്കിൽ അവർക്ക് ബൈ റോഡ് മൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജിദ്ദ UAE അല്ലെങ്കിൽ സൗദി UAE ബഹ്റൈൻ ഇവർക്കൊക്കെ GCC ട്രാൻസിറ്റ് ഉണ്ട്. യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കും ആവശ്യമായ വാഹനങ്ങൾ, അവയുടെ സ്പെയർ പാർട്സുകൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവക്കെല്ലാം പെട്ടെന്ന് എത്താനുള്ള ഏക വഴി കൂടിയാണ് ചെങ്കടൽ. ഇപ്പോൾ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഒരു മെഷീനറിയുടെ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഒരു മെഷീനറിയുടെ ഒരു പാർട്ട്, അല്ലെങ്കിൽ തായ്വാനിൽ നിന്ന് വരുന്ന ഒരു മെഷീനറിയുടെ പാർട്ട്, ജപ്പാനിൽ നിന്ന് വരുന്ന മെഷീനറി പാർട്ട്, ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ വരുന്ന മെഷീനറിയുടെ ഒരു ഭാഗം അവരുടെ ഒരു ഫാക്ടറിയിലെത്തി അവരുടെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടും. ഇപ്പോൾ നോർമലി 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് സംഭവം അത് ഈ ഒരു പാർട്ട് കിട്ടാൻ വൈകുന്നതിൽ കൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അപ്പോൾ നാച്ചുറലി ആ ഒരു ഇമ്പാക്റ്റ് അവരുടെ കമ്പനികളുടെയും അവരുടെ പ്രൊഡക്ഷൻ്റെയും അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരു പേഴ്സൺ ഒരു സാധനം ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് അവിടെ എത്താനുള്ള സമയം എടുക്കുമ്പോൾ നാച്ചുറലി എല്ലാ രീതിയിലും ആ ഒരു പ്രോസസ്സിനെ അത് ബാധിക്കും. പിന്നെ അത് വരുന്ന ഇമ്പാക്റ്റുകൾ കാര്യങ്ങളെല്ലാം പിന്നെ അത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താലേ എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സകല കപ്പലുകളും ഹൂത്തികൾ നിരീക്ഷിച്ചാണ് വിട്ടയക്കുന്നത്. ഇസ്രയേലിലേക്ക് നേരിട്ട് പോകുന്നവർക്ക് നേരെ ആക്രമണം ഉറപ്പാണ്. 2 ദിവസത്തിനിടെ 3 കപ്പലുകൾക്ക് നേരെയാണ് ഹൂത്തികളുടെ ആക്രമണം ലക്ഷ്യം കണ്ടത്. 1 മാസത്തിനിടെ ഇസ്രയേലിലേക്കുള്ള 10-ലേറെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂത്തികൾ. യമന്റെ തീരപ്രദേശമടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലാണ്. ഹൂത്തികൾക്കെതിരെ തിരിച്ചടിക്കാൻ US ഉൾപ്പെടെ ഭയക്കുന്നുണ്ട്. അതിന്റെ കാരണം യുദ്ധം പടരുമെന്ന ഭീതിയാണ്. ഹൂത്തികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഹൂത്തികളുമായി സമാധാന പാതയിൽ വെടിനിർത്തലിലാണ് സൗദി അറേബ്യ. ഗസക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ യമനിലേക്ക് ആരെങ്കിലും ആക്രമണം നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം മേഖലയിലെ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ്. സങ്കീർണമായ ഭൂഘടനയും രാജ്യഭരണങ്ങളുമുള്ള മേഖലയാണ് പശ്ചിമേഷ്യയെന്നും അവിടെ മറ്റൊരു സംഘർഷം ആരും ആഗ്രഹിക്കുന്നില്ലെന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ കഴിഞ്ഞ ദിവസം ഓസ്ലോയിൽ വെച്ച് പറഞ്ഞിരുന്നു. അതായത് ഹൂത്തികളെ ഇനി പടിഞ്ഞാറൻ രാജ്യങ്ങൾ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം ചെങ്കടലിൽ ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കാനാണ് നീക്കം. അതുവഴി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെയെല്ലാം പ്രതിരോധിക്കുക. ഫലത്തിൽ വൻതുക ഇൻഷുറൻസ് തുക നൽകി മാത്രമേ കപ്പലുകൾ യൂറോപ്പിലേക്ക് ഇനി നീങ്ങൂ. പക്ഷേ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ പിടിക്കാൻ ഹൂത്തികൾ അപ്പോഴും മറ്റൊരു മാർഗം കാണുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സങ്കീർണ സാഹചര്യത്തിൽ ഇനി എത്ര ഷിപ്പിംഗ് കമ്പനികൾ ഇതുവഴി യാത്രക്ക് തയ്യാറാകുമെന്ന് കണ്ടറിയണം. 2000 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുന്ന ഹൂത്തികളുടെ മിസൈലുകൾ തെൽ അവീവിൽ വരെ എത്തിയിരുന്നു. ഈ ബോധ്യം ഷിപ്പിംഗ് കമ്പനികൾക്കും ഉണ്ട്.